നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കടായി ചിക്കൻ ഉണ്ടാക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ രുചിയോട് കൂടെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇത്തിരി നേരം വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 15ഓളം കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഇതോടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കടായി മസാല ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 3/4 ടീസ്പൂൺ പെരുംജീരകം, 3 ഉണക്കമുളക് പൊട്ടിച്ചിടുന്നുണ്ട്. ഈ 2-3 മിനിറ്റ് നേരം നമുക്ക് ഇതിനൊന്ന് ചൂടാക്കി എടുക്കണം. ഇട്ടിട്ടുള്ള മസാലയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്, ഒരു മണം വന്നു തുടങ്ങി. അപ്പം ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ചൂടാറുമ്പോൾ നമുക്കിതിനൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. വീണ്ടും പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ, നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു ക്യൂബിക് ഷേപ്പിൽ അരിഞ്ഞിട്ടുള്ള 1.5 സവാള ഇതിലിട്ട് കൊടുക്കുകയാണ്. ഈ സവാളയെ 2-3 മിനിറ്റ് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ബ്രൗൺ കളറാക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1 ക്യാപ്സിക്കം ക്യൂബിക് ഷേപ്പിൽ അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ സവാളയും ക്യാപ്സിക്കം ഇട്ടിട്ട് നമ്മളൊരു 3 മിനിറ്റോളം വഴറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഈ പാനിൽ നിന്ന് മാറ്റുകയാണ്. കടായി മസാല നമ്മൾ ചൂടാക്കി എടുത്തത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. വഴറ്റിയെടുത്തിട്ടുള്ള ക്യാപ്സിക്കും ഒനിയനും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും വലുപ്പമുള്ളൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിനെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ തക്കാളിക്ക് നല്ല വലുപ്പമുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 എടുക്കുന്നുള്ളൂ. ഇതിന് അത്യാവശ്യം വലുപ്പമുള്ളതാണ്. അപ്പോൾ പിന്നെ നമുക്ക് പീസാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതിനെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ തക്കാളി അരച്ചതും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ വേവിക്കാൻ തുടങ്ങാം. ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 1 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ 2 സവാള പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇതിലേക്ക് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കനിലേക്കും കൂടെ ചേർത്തിട്ടാണ് ഉപ്പിട്ടിട്ടുള്ളത്. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി. പൊടികളുടെ മണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കിലോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. ചിക്കൻ്റെ ടെക്സ്ചർ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് 2-3 മിനിറ്റ് നേരം നന്നായിട്ട് ചിക്കനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ മാറിയിട്ടുണ്ട്, കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഒഴിച്ചു കൊടുക്കുകയാണ്. തക്കാളിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇതുപോലെ 2-3 മിനിറ്റ് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ആ തക്കാളിയുടെ ഒരു പച്ചപ്പൊക്കെ പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കാഷ്യൂനട്ട് 10 മിനിറ്റായി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതും കൂടെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന്
വെക്കുകയാണ്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ മാറ്റി വയ്ക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ എന്തായാലും നോക്കാം. തക്കാളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി പൊടിച്ച് വെച്ചിട്ടുള്ള കടായി മസാല ഇട്ട് കൊടുക്കുകയാണ്. ഈ മസാലയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഈ ചിക്കന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മസാലയൊക്കെ ചേർത്തിട്ട് 2-3 മിനിറ്റ് നേരം വീണ്ടും ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ മൂടിയിട്ടിട്ട് വേവിക്കാം. ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി പാൻ മൂടിയിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ കിടന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിതിനെ മൂടിയിടാണ്. ഫ്ലെയിം ലോ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് വേവട്ടെ. നമുക്ക് 10 മിനിറ്റോളായി നമ്മുടെ കറി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കുറച്ചും കൂടെ വേവാനുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ചു വയ്ക്കാം. കുറച്ച് നേരം കൂടെ നമ്മളിട്ട് വേവിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ലോയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് പേസ്റ്റിന് പകരം നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതല്ല തൈര് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീമൊന്നും ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ കാഷ്യൂനട്ടൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, കാണാനും നല്ല രസമുണ്ടായിരിക്കും. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കോ സവാളയും ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ക്യാപ്സിക്കോ സവാള ഇട്ട് കൊടുത്തു. 2 മിനിറ്റ് നേരം ഇതിലൊന്ന് കിടക്കട്ടെ. ലാസ്റ്റായിട്ട് നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയിൽ ഉണക്കിയെടുക്കുന്നതാണ് ഈ കസൂരി മേത്തി. ഈ കസൂരി മേത്തിനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ കസൂരി മേത്തി ഇല്ലെങ്കിൽ മല്ലിയില ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ചൂടാക്കി എടുത്തപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വരുന്നുണ്ട്. 2-3 സെക്കൻഡ് നമ്മൾ ഇതിനെന്നിങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. പാനിൽ നിന്ന് മാറ്റാം ഇതിനെ. ഈ ചൂടാക്കിയെടുത്ത കസൂരി മേത്തി നമ്മൾ കൈ കൊണ്ടൊന്നിങ്ങനെ പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കസൂരി മേത്തി കയ്യിലില്ലെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താലും മതി. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമ്പോൾ അവരിതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. കസൂരി മേത്തിയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കടായി ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രുചികരമായിട്ടുള്ള കടായി ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.